കോഴിക്കോട് ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ അമ്മയും മരിച്ചതിൽ പ്രതിഷേധവുമായി കുടുംബം. ഉള്ളിയേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ അശ്വതിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. മൃതദേഹവുമായി വന്ന ആംബുലൻസ് പോലീസ് തടഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം പ്രതിഷേധത്തിന്റെ, അതിനുശേഷം വിവരങ്ങളിലേക്ക് പോകാം. ഗൈഡ് ഉപയോഗിച്ച പോലെ നയൻതാര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നയൻതാര, ഒരു കുഞ്ഞുണ്ടാവാനുള്ള കാത്തിരിപ്പ് ഏറ്റവും വലിയ ദുരന്തത്തിൽ കലാശിക്കുകയാണ്. പിന്നാലെ അമ്മയുടെയും മരണം എന്ന് പറയുന്നത് അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും താങ്ങാൻ കഴിയാത്തത് തന്നെയാണ്. ചികിത്സാ പിഴവെന്ന ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? സംഘർഷാവസ്ഥയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അമ്മയും യുവതിയെ ഇവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് വ്യാഴാഴ്ച കുഞ്ഞ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വ്യാഴാഴ്ച യുവതി വൈകിട്ട് മരിക്കുകയായിരുന്നു. അതായത് യുവതിയുടെ ഈ ഒരു മരണത്തിൽ, അതായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് എന്ന് കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അത്തോളി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും യുവതിക്ക് മരുന്ന് വെച്ചു. അതിനുശേഷം വേദന കിട്ടാത്തതിനെ തുടർന്ന് ആണ് മരുന്ന് വെച്ചത്. അതിനുശേഷം യുവതിക്ക് കഠിനമായ വേദന വന്നു. പക്ഷേ അത് സിസേറിയൻ ചെയ്യണമെന്ന ബന്ധുക്കളും യുവതിയും പറഞ്ഞിരുന്നു. പക്ഷേ അധികൃതർ തയ്യാറായില്ല. അത് നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും എന്ന് അധികൃതർ പറയുകയായിരുന്നു. തുടർന്ന് യുവതിയെ അതിന് പിന്നാലെ തന്നെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നത് കണ്ടു. അതിനുശേഷം കുറച്ചു സമയത്തിനുള്ളിൽ കുട്ടി മരിച്ചു എന്ന വാർത്തയാണ് വന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശിശുകുട്ടിയുടെ യുവതിയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറയുകയും അത് കുടുംബത്തിന്റെ സമ്മതത്തോടുകൂടി തന്നെ ഗർഭപാത്രം നീക്കം ചെയ്യുകയായിരുന്നു ആശുപത്രി അധികൃതർ. അതിനുശേഷം യുവതിയുടെ ആരോഗ്യ സ്ഥിതി മോശമാവുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്നും, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റി. അതിനുശേഷം വ്യാഴാഴ്ച വൈകിട്ടാണ് ഡെലിവറിയുടെ സമയത്തോ അതിനുശേഷം അശ്വതിയുടെ മരണ സമയത്തോ ഒന്നും ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ലേ ആശുപത്രി അധികൃതർ? അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി, അതായത് യുവതി ഉൾപ്പെടെ സിസേറിയൻ വേദന സഹിക്കാൻ കഴിയുന്നില്ല, സിസേറിയൻ നടത്തണമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടും ആശുപത്രി അധികൃതർ അതിന് അത് വേണ്ട എന്ന തരത്തിൽ പ്രതികരിക്കുക, അതായത് നോർമൽ ഡെലിവറി തന്നെയായിരിക്കുമെന്ന് കാത്തിരിക്കാം എന്ന തരത്തിൽ പ്രതികരിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം അതിന് പിന്നാലെ തന്നെയാണ് യുവതിക്ക് കഠിനമായ വേദന വരികയും തുടർന്ന് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം അതിന് പിന്നാലെ തന്നെ കുട്ടി മരിച്ചു എന്ന വാർത്ത പറയുന്നു. യുവതിക്കും ആരോഗ്യസ്ഥിതി വളരെ മോശമാവുന്നു. വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറയുകയാണ്. വെന്റിലേറ്ററിലായി. തുടർന്ന് ആണ് മറ്റൊരു ആശുപത്രിയിലേക്ക് ഈ അശ്വതിയെ മാറ്റുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് അശ്വതി മരിക്കുകയും ചെയ്തു. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്നാണ് യുവതിയുടെ മൃതദേഹവുമായി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ ഇതേക്കുറിച്ച്? അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൽ ഈ യുവതിക്ക് രക്തസമ്മർദ്ദം വന്നതാണ് എന്ന തരത്തിലാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതായത് തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് റോഡ് ഉപരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ആംബുലൻസ് വന്നപ്പോൾ അത് പോലീസ് തടയുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പ്രതിഷേധത്തെ പോലീസ് നേരിടുന്ന രീതി എന്താണ് നയൻതാര? ഈ മൃതദേഹം വന്ന ആംബുലൻസ് തടഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ബന്ധുക്കളെ ഒരു 5 പേരെ ആശുപത്രി അധികൃതർ ചർച്ച നടത്താമെന്ന തരത്തിൽ വിളിച്ച് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം ചർച്ച ആവും എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ, അതായത് കോഴിക്കോട് ഉള്ളിയേരി പാതയാണ് ഇത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉപരോധിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആശുപത്രിയിലേക്കും ആംബുലൻസ് ഉൾപ്പെടെ വരേണ്ടതുണ്ട്. ആശുപത്രിയുടെ പ്രധാന വഴിയാണ് ഇപ്പോൾ ബന്ധുക്കളും എല്ലാം ഈ മൃതദേഹവുമായി ഉപരോധിച്ചിരിക്കുന്നത്. നയൻതാര, ഇപ്പോൾ പ്രതിഷേധമുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുഞ്ഞു മരിച്ചു പോകുന്നു, അതിന് പിന്നാലെ അമ്മയുടെ മരണം ഉണ്ടാകുന്നു. ഇത് ഇരട്ട ദുരന്തമാണ്. ആ സമയത്ത് ബന്ധുക്കളെ വിശ്വാസത്തിലെടുക്കുകയോ അവരോട് ഈ വക കാര്യങ്ങൾ, ഇത്രയും ഇത്രയും സങ്കീർണമായ ഒരു പ്രസവാവസ്ഥയായിരിക്കും ഇത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ?
തീർച്ചയായും, അതായത് ഇത്തരം സങ്കീർണമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആശുപത്രി അധികൃതരാണ് രോഗിയോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും പറയേണ്ടത്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ രോഗി അങ്ങോട്ട് പറയുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ രോഗി പറയാണ്, അതായത് അശ്വതിയുടെ രണ്ടാമത്തെ ഡെലിവറിയാണ്, ആദ്യത്തത് നോർമൽ ഡെലിവറി ആയിരുന്നു. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ആശുപത്രി അധികൃതർ. അതായത് രണ്ടാമത്തതും നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന തരത്തിലായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. പക്ഷേ യുവതി, അതായത് അശ്വതി ആശുപത്രി അധികൃതരോട് അങ്ങോട്ട് പറഞ്ഞു, സിസേറിയൻ ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല, സമ്മതമാണ്, ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. എന്നിട്ടും ആശുപത്രി അധികൃതർ അതിന് വഴങ്ങിയില്ല എന്നാണ് പ്രധാനമായും ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ ഡെലിവറിക്ക് ശേഷം അശ്വതിയുടെ ആരോഗ്യാവസ്ഥ എന്തായിരുന്നു നയൻതാര? വൈകുന്നേരത്തോടു കൂടി പെട്ടെന്ന് മോശമാവുകയായിരുന്നോ അതോ ഡെലിവറിക്ക് ശേഷം തന്നെ മോശം ആരോഗ്യാവസ്ഥയിലായിരുന്നോ? അതായത് ഡെലിവറിക്ക് ശേഷം ഈ കുട്ടി മരിക്കുന്നു എന്ന് പറയുന്നു. അതിന് പിന്നാലെ തന്നെ എത്രയും പെട്ടെന്ന് അശ്വതിയുടെ ഈ ഗർഭപാത്രം റിമൂവ് ചെയ്യണമെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെയാണ് ബന്ധുക്കളെ അറിയിച്ചത്. തുടർന്ന് ബന്ധുക്കൾ സമ്മതം പറഞ്ഞു. അതിനുശേഷം യുവതി പിന്നെ വെന്റിലേറ്ററിലാവുകയായിരുന്നു. തുടർന്നാണ് ആരോഗ്യസ്ഥിതി മോശമായി എന്ന് മനസ്സിലാക്കിയ ബന്ധുക്കൾ കോഴിക്കോട്ടുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റുന്നത്. അവിടെ നിന്നാണ് മരണം സംഭവിക്കുന്നത്. മാധു, ഇതിൽ കേട്ടിടത്തോളം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു അനാസ്ഥ ഉണ്ടായതായി നമുക്കും തോന്നുന്നുണ്ട്. കാരണം അത്രയും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായത് ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല എന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ വേദന സഹിക്കാനാകുന്നില്ല എന്ന് യുവതി പറഞ്ഞപ്പോഴും അവരെ ഈ പറഞ്ഞ പോലെ സിസേറിയന് തയ്യാറാകുന്നില്ലായിരുന്നതും മറ്റൊരു അനാസ്ഥ തന്നെയാണ്. ഇതിൽ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് എന്താണ് പറയാനുള്ളത്? രക്തസമ്മർദ്ദം കൂടിയതാണ് കാരണമെന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. പക്ഷേ ഇതിലൊക്കെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്.